ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീന ഇവിടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനാണ് കേട്ടോ. അപ്പൊ രോഹിത് ആകെ കട്ട കലിപ്പെടുത്ത് നിൽക്കുകയാണ്. അലീനയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊന്നും നടന്നുമില്ല. അലീനയുടെ വായിലിരിക്കുന്ന കേൾക്കുകയും ചെയ്തു. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ഇതുപോലൊരു സിറ്റുവേഷൻ നമ്മുടെ രോഹിത് നേരിട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ രോഹിത്തിന് വല്ലാണ്ടായി പോയി. രോഹിത്തിന് അലീനയോട് ദേഷ്യം കൂടി കൂടി വരികയാണ് കേട്ടോ. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ രോഹിത്തിന് അലീനയോട് എന്തോ വലിയ വെറുപ്പും വിരോധവും ഒക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെ കലിച്ചു നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി കുട്ടീനെയാണ് കേട്ടോ. അപ്പൊ രേവതിക്കുട്ടി നമ്മുടെ ഗ്രേസിയാണ്. അപ്പൊ ഗ്രേസി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് രേവതിക്കുട്ടി പതുക്കെ ചെന്നിട്ട്, അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാല് എന്നെ വഴക്ക് പറയുവോ? വഴക്ക് പറയാനുള്ളതാണേ വഴക്ക് പറയും. എന്നാ? അല്ല, വേറൊന്നുമല്ല, അവിടെ ഒരു റൂം പൂട്ടിയിട്ടേക്കുന്ന കണ്ടല്ലോ, അതെന്താ റൂം പൂട്ടി കിടക്കുന്നത്? അതോ, അത് പൂട്ടിയിട്ടേക്കേണ്ട റൂം ആയതുകൊണ്ട് പൂട്ടിയിട്ടു. അല്ല, ഇതൊക്കെ നിനക്കിപ്പോ അറിഞ്ഞിട്ട് എന്തെടുക്കാനാ? അല്ല, ആ റൂം തുറന്ന് ഇതുവരെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. പിന്നെ അതെ, എന്റെ മോന്റെ റൂമായിരുന്നു. ആണോ? അയ്യോ അയ്യോ ഗിയോ എന്നൊന്നും വെക്കുവൊന്നും വേണ്ട. അതെന്റെ മോന്റെ റൂമും എന്റെ മോന്റെ സാധനങ്ങളൊക്കെ അവിടെ തന്നെയാ. അതെ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്റെ മോനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ഞാന് മാനസികമായിട്ട് എൻ്റെ ഒരു മനസ്സ് പോലും എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായിരുന്നു. പിന്നെ എന്നെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി മാമച്ചൻ ചികിത്സിപ്പിച്ചു. ഒന്ന് രണ്ട് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ മരുന്ന് കഴിക്കാൻ തുടങ്ങി, വീട്ടിലെത്തി. അങ്ങനെ ആ ഒരു ഡിപ്രഷനിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടി എന്നെ മാറ്റിയെടുക്കാനായിട്ട്. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. പിന്നെ ഇവിടെ ഫോട്ടോയൊക്കെ തൂക്കിയിടണമെന്ന് എല്ലാവരും പറയും. അതിന് എനിക്ക് തീരെ താല്പര്യമില്ല. എൻ്റെ മോനെ, അവൻ്റെ മുഖം എനിക്ക് എപ്പോഴും കാണുമ്പം വേണ്ട, അത് വേണ്ട. ഇപ്പോഴാണെങ്കിൽ അവൻ വേറെ എവിടെയെങ്കിലും പഠിക്കാൻ പോയതാണെന്നോ ദൂരെ എങ്ങോട്ടേലും പോയതാണെന്നോ ഒക്കെ ഓർത്ത് ഞാനങ്ങ് സഹിച്ച് മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. ആ റൂമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോൾ മാത്രം ഞാൻ കയറും. എന്നിട്ട് ആരുമില്ലാത്ത സമയം നോക്കി പൊട്ടി കരയും. ഇപ്പൊ ഞാൻ അങ്ങനെയാ എൻ്റെ സങ്കടം തീർക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ രേവതിക്ക് വല്ലാത്ത സങ്കടമായിട്ടോ. രേവതി പറഞ്ഞു, വേണ്ട, ദേ ഇനി കരയരുത് കേട്ടോ. ഈ കണ്ണ് നനയുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ആൻറ്റീനെ എൻ്റെ അമ്മയും പോലെയൊക്കെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ആ കുറവ് നികത്താൻ ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ നമ്മുടെ ഗ്രേസിയുടെ തോളിലേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിക്കുട്ടി വന്നതും ഗ്രേസിക്കും മാമച്ചനും വലിയൊരു ആശ്വാസം തന്നെയാണ്. ആ വീട്ടിൽ ചെറിയൊരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ അങ്ങനെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കൂള് വിട്ടിട്ട് നമ്മുടെ ബബിതയും അതുപോലെ തന്നെ കൃഷ്ണക്കുട്ടിയും കൂടെ വരികയാണ് കേട്ടോ. വന്ന ഉടനെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നേരെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അങ്ങനെ അലീന ചേച്ചി എന്ന് വിളിക്കുകയാണ് നമ്മുടെ കൃഷ്ണ. ഇത് കേട്ടതും ബബിത, എന്തിനാടി നീ അലീന ചേച്ചി എന്ന് വിളിക്കുന്നത്? നിനക്ക് നാണമില്ലേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ അമ്മ അവളെ അലീന എന്ന് വിളിച്ചാൽ മതിയെന്ന്? അത് പിന്നെ എൻ്റെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നതേ എന്നെക്കാളും മുതിർന്നവരെ അലീന എന്ന് വിളിക്കാനൊന്നും അല്ല, ചേച്ചി എന്ന് വിളിക്കാൻ തന്നെയാ. എന്നെക്കാളും 8 വയസ്സിന് മൂത്തതാ അലീന ചേച്ചി. അപ്പൊ പിന്നെ ഞാൻ ചേച്ചി എന്ന് വിളിക്കാതെ? ഞാൻ എൻ്റെ മാനേഴ്സിന് ചേച്ചി എന്ന് വിളിക്കുന്നു. അല്ല, നിനക്കെന്താ ഇപ്പം പ്രശ്നം? അപ്പൊ നിനക്ക് എന്നൊക്കെ എന്നെ വിളിക്കാമല്ലോ, അതിന് പ്രശ്നമില്ലല്ലേ? അത് നീ എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ, അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ വിളിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് നമ്മുടെ അലീന വരിക. അലീന ഇങ്ങനെ പഴംപൊരിയൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. അപ്പം ഇന്നെന്താ സ്പെഷ്യലി ചേച്ചി എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കൃഷ്ണമോള്. അപ്പം പറഞ്ഞ്, ഇന്ന് പഴംപൊരി ഉണ്ട് എന്നും പറഞ്ഞ് പഴംപൊരി ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴവിടെ രോഹിത്തും ഇരിപ്പുണ്ട് കേട്ടോ. രോഹിത്താണെങ്കിൽ അലീനെ കലിപ്പിച്ചാണ് നോക്കുന്നത്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി വരികയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ വൈജയന്തി വരുന്നത് കണ്ടതും, ഇന്ന് അമ്മ നേരത്തെ എത്തി, ഇനി ഒരു സമാധാനം കാണത്തില്ല, വെറുതെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ബബിത. അപ്പോഴത്തേക്കും കൃഷ്ണയും ബബിതയും ഒക്കെ ബാഗ് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞേക്കാണല്ലോ. ഇത് കണ്ടിട്ട് നമ്മുടെ വൈജയന്തി, ഇതെന്താ പിള്ളേരെ കാണിച്ചിരിക്കുന്നത്? ഇതെന്താ ചന്തയോ? വന്ന ഉടനെ തന്നെ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് വെച്ചിരിക്കുന്നത്. അവനവന്റെ റൂമിൽ കൊണ്ടുപോയി ഇതൊന്നും വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അത് പിന്നെ അമ്മയെ കൊണ്ടു വെക്കാന്ന്
ഞാൻ പറഞ്ഞല്ലോ. അപ്പം ബബിത എടുത്തോണ്ട് നേരെ ബാഗ് എടുത്തോണ്ട് ഓടിയിട്ടോ. ബബിതയ്ക്ക് എന്തോ കള്ളത്തരമൊക്കെ ഉണ്ട്. അപ്പൊ ബാഗ് വല്ലതും തുറന്നു നോക്കിയാൽ തീർന്നില്ല, അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുവച്ചു. പക്ഷെ കൃഷ്ണയുടെ ബാഗ് അവിടെ ഇരിക്കുക. അപ്പം കൃഷ്ണ പറഞ്ഞു, ബബിത ചേച്ചി എന്റെ ബാഗും കൂടി ഒന്ന് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോ പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ബബിത വീണ്ടും വന്നിരുന്നു. അപ്പൊ കൃഷ്ണ അവിടെ നിന്ന് എണീക്കാനൊന്നും പോയില്ല. എന്നാ പിന്നെ ചായ കുടിക്കാതിരുന്നല്ലേ, ഇരുന്ന് കഴിഞ്ഞിട്ട് അത് എടുത്തോണ്ട് വെക്കാന്ന് ഓർത്ത് കൃഷ്ണ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ അലീന ഏത്തക്കാബോളിയൊക്കെ എടുത്ത് ചായയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വന്നു. അപ്പോഴത്തേക്കുമാണ് രോഹിത് പറയുന്നത്, അതെ എനിക്ക് ഒരു കോഫിയും വേണം, അതിന്റെ കൂടെ എനിക്കൊരു ഓംപ്ലേറ്റും വേണമെന്ന്. അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, നീ അങ്ങനെ കോഫി കുടിക്കാറില്ലല്ലോടാ, എനിക്കിപ്പം കോഫി കുടിക്കാനാ തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് കോഫി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് പറഞ്ഞു, പെട്ടെന്ന് എനിക്കൊരു ഓംപ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക കേട്ടോ, വൈജയന്തി കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ രോഹിത് പറഞ്ഞത് ഇപ്പൊ എടുക്കാന്ന് പറഞ്ഞ് നേരെ പോയി ഒരു ഓംപ്ലേറ്റ് എടുത്തിട്ട് വന്നു. ഓംപ്ലേറ്റ് എടുത്തിട്ട് വന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വൈജയന്തി കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇത് ഇനി വൈകിട്ട് വരെ അവിടെ ഇരിക്കൂലേ ബാഗ് എന്ന് ചോദിക്കുമ്പം, എന്റെ പൊന്നമ്മേ ഞാൻ ഇതൊന്ന് കാപ്പി ഒന്ന് കുടിച്ചോട്ടെ, ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുത്തോണ്ട് വെച്ചാ പോരെ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പം ഓക്കെ നമ്മുടെ വൈജയന്തി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഓംപ്ലേറ്റ് ഒക്കെ ആയിട്ട് വന്നു. നമ്മുടെ ബബിതയും അതുപോലെ കൃഷ്ണക്കുട്ടിയൊക്കെ കൃഷ്ണമോളൊക്കെ ഏത്തക്കാബോളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഓംപ്ലേറ്റുമായിട്ട് വരുന്നത്. അങ്ങനെ ഓംപ്ലേറ്റ് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഓംപ്ലേറ്റിന് ഭയങ്കര ഉപ്പാന്നും പറഞ്ഞ് നമ്മുടെ രോഹിത് അവിടെ നിന്ന് ദേഷ്യം വന്നിട്ട്, ഇത് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഓംപ്ലേറ്റ് അല്ല ഇത് ഉപ്പ്ലേറ്റ് ആന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ എണീറ്റ് പോയി വന്നിരുന്നു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഹേയ് അതിനൊരു ചാൻസും ഇല്ലല്ലോ, ഞാൻ ഒത്തിരി ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു ഒത്തിരി ഉപ്പ് ഇട്ടിട്ടില്ലെന്ന്, ഇതിനകത്ത് നിറച്ച് ഉപ്പിട്ട് വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണ എന്ത് ചെയ്തു, അത് ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ എടുത്ത് നോക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും അത് എടുക്കാൻ സമ്മതിക്കാതെ രോഹിത് അത് ഒറ്റ ഏറെറിഞ്ഞു കേട്ടോ, വലിച്ച് ആ ഒരു പ്ലേറ്റ് സഹിതം പൊട്ടിപ്പോയി. വൈജയന്തിക്ക് കലി വന്നില്ല, നീ എന്താടാ ഈ കാണിച്ചതെന്ന് വെച്ചാൽ അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ഇവിടെ എന്താ ആർക്കും എന്നെ വിശ്വാസമില്ലേ, ഉപ്പില്ലെന്ന് പറഞ്ഞാൽ ഉപ്പില്ല, എന്റെ വായ എനിക്ക് അല്ല, ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞാൽ ഉപ്പ് കൂടുതല, എന്റെ വായ എനിക്ക് ഉപ്പ് കൂടുതലായിട്ട് തോന്നുന്നെന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കൂടുതലായിട്ട് തോന്നണമെന്നുണ്ടോ, അതുകൊണ്ടാ എനിക്ക് കലി വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോയി കേട്ടോ. വൈജയന്തിക്ക് കലി വന്നിട്ട്, അലീനെ നീ കാരണമാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്, നീ എന്തിനാ അവനോട് തർക്കിക്കാൻ പോയത്? അയ്യോ അത് പിന്നെ മേഡം ഞാൻ തർക്കിക്കാൻ പോയതൊന്നും അല്ല, ഞാൻ സത്യം പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ നിലത്ത് കിടക്കുന്നതെന്ന് ഒരു കഷ്ണം ഓംപ്ലേറ്റ് എടുത്ത് നിന്നിട്ട്, ഇതാര് നോക്കിയാലും ഇതിന് ഉപ്പുണ്ടെന്ന് പറയത്തില്ല, അതെനിക്ക് ഉറപ്പാ, വേണമെങ്കിൽ കൃഷ്ണമോള് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ കൈ കൊടുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്ക്, പിന്നെ നിലത്ത് കിടക്കുന്നൊക്കെ ടേസ്റ്റ് ചെയ്യലല്ലേ ഞങ്ങൾക്ക് ജോലി, മര്യാദയ്ക്ക് എടുത്തോണ്ട് കളയാൻ നോക്ക്, ഒരു പ്ലേറ്റ് വെറുതെ പൊട്ടിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് വൈജയന്തി അങ്ങ് പോയിട്ടോ. ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി കേട്ടോ, രോഹിത്തിന്റെ മനസ്സിൽ നേരത്തെ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെയും അലീനോട് ദേഷ്യം അത്രയ്ക്ക് കിടക്കുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണെന്നും കറക്റ്റായിട്ട് നമ്മുടെ അലീനയ്ക്ക് അറിയാം. പക്ഷെ അലീന അവിടെ സൈലന്റ് ആയിട്ട് അങ്ങ് കയറി പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണ പറഞ്ഞു, ഇതെന്തിനാ അലീന ചേച്ചി ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞെന്ന് ചോദിച്ചപ്പോ, അലീന ചേച്ചിയോ, നിന്നോട് ആരാ പറഞ്ഞ അലീന ചേച്ചി എന്ന് വിളിക്കാനായിട്ട്? അലീന എന്ന് വിളിച്ചാൽ മതി, അത് പിന്നെ മൂത്തവരെ ചേച്ചി എന്ന് വിളിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒന്നെങ്കിൽ ഞാൻ ടീച്ചർ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേട്ട് എന്നെക്കാളും 10, 22, 23, 24 വയസ്സുള്ളവരെയൊക്കെ ഞാൻ എടി വാടി പോടി എന്ന് വിളിക്കാം, മതിയോ? എല്ലാവരുടെയും കാര്യം അല്ല കൃഷ്ണൻ ഞാൻ പറഞ്ഞത്, അലീനയെ വിളിക്കണ്ടെന്നാ. ഓ അങ്ങനെ മാത്രം എനിക്ക് വിളിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ അങ്ങ് പോയപ്പോഴത്തേക്കും വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് വൈജയന്തി അങ്ങ് പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രോഹിത്തിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ രോഹിത്തിന്റെ അടുത്തേക്ക് അലീന ചെല്ലുക, രോഹിത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നതാണ്. ഏതായാലും ആങ്ങളെയല്ലേ. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് രോഹിത്തിനോട് പറഞ്ഞു, എന്തിനാ വെറുതെ എന്നോട് രോഹിത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് വെറുതെ നിന്റെ ഭാവി നീ കളയരുത്. ദേ എന്നെ ഉപദേശിക്കാൻ വരാതെ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോക്കോണം. ഞാൻ ഉപദേശിക്കാൻ വന്നൊന്നുമല്ല, ചീത്ത കൂട്ടുകെട്ടുകളിൽ കൂടി ചീത്തയാകാൻ ശ്രമിക്കാതിരിക്കുക. അതെ രോഹിത് ഇപ്പം എഞ്ചിനീയറിങ്ങിനല്ലേ പഠിക്കുന്നത്, എന്തിനാ വെറുതെ ഉഴപ്പി നടക്കുന്നത്? പഠിച്ച് വലിയൊരാളാകണ്ടേ? എത്ര പ്രതീക്ഷയോട് കൂടിയ മേഡവും സാറും രോഹിത്തിനെ വളർത്തി വരുന്നത്. അപ്പൊ പിന്നെ രോഹിത് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമല്ലേ? എന്നോട് സംസാരിക്കാൻ വരരുതെന്നാ പറഞ്ഞത്. ഇനി എന്നോട് സംസാരിക്കാൻ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാല് ദേ ഞാൻ പറയാം, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് അങ്ങ് പോകുകയാണ് കേട്ടോ. അപ്പൊ അലീന എന്തോ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അലീനയ്ക്കും ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാണ്, ആങ്ങളെ ആയിപ്പോയി. ആ ഒരു രീതിയിൽ കാണുന്നത് വലിയൊരു പാപം തന്നെയാണ്. പക്ഷെ ആങ്ങളെയാണെന്ന് നമ്മുടെ രോഹിത്തിന് അറിയത്തില്ല. അങ്ങനെ ദൈവത്തിനോട് വീണ്ടും നമ്മുടെ രേവതി പ്രാർത്ഥിക്കുക, അവൻ ചെയ്യുന്ന പാപം എന്താണെന്ന് അവൻ അറിയുന്നില്ല, എൻ്റെ ഈശോയെ അവനോട് ക്ഷമിക്കണേ എന്നൊക്കെ.
പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം പരപരാ വെളുക്കുന്നു. നമ്മുടെ വൈജയന്തി പത്രം എടുക്കാനായിട്ട് മുറ്റത്ത് ചെല്ലുമ്പോൾ അലീന അവിടെ തൂത്തുവാരാൻ തുടങ്ങുകയാണ്. അങ്ങനെ അലീന തൂത്തുവാരാൻ തുടങ്ങുമ്പോൾ ഇതുവരെയായിട്ടും നിനക്ക് ഇവിടെ തൂത്തുവാരാൻ സമയം കിട്ടിയില്ലേ, നിനക്ക് കുറച്ച് നേരത്തെ ഇതൊക്കെ ചെയ്തുകൂടെ? അത് പിന്നെ ഞാൻ 5 മണിക്ക് എണീക്കുന്ന മേഡം എണീച്ച എല്ലാ പണിയും ചെയ്തിട്ട് വരുമ്പോൾ ഈ സമയം പിടിക്കും. കുഞ്ഞുമോളൊക്കെ ഇവിടെ രാവിലെ അടിച്ചു വരുമായിരുന്നു. ആണോ? കുഞ്ഞുമോളെ പോലെ ജോലി ചെയ്താൽ മതിയെങ്കിൽ ഓക്കെ, ഞാൻ കുഞ്ഞുമോളെ പോലെ ജോലി ചെയ്തോളാം, അത്രേ ചെയ്യുന്നുള്ളൂ. നീ കുഞ്ഞുമോൾക്ക് പഠിക്കുമൊന്നും വേണ്ട. അപ്പൊ അറിയാം ഞാൻ ചെയ്യുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. ഓ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല ഈ വെളുപ്പാൻ കാലത്ത്. അപ്പൊ അതില് ഒരു അപ്പൂപ്പ വരികയാണ് കേട്ടോ, വയ്യാത്ത ഒരു അപ്പൂപ്പനാണ്. വടിയൊക്കെ കുത്തി വന്നിട്ട് അതെ ഒരു 10 രൂപ തരുവോ ചായ കുടിക്കാനാന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി വഴക്ക് പറഞ്ഞിങ്ങ് വിടുകയാണ്. ഓ പിന്നെ പോകുന്നുണ്ടോ, എന്തോ പേരും വിളിക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ എപ്പോഴും അതിലെ കൂടെ ഒക്കെ കറങ്ങി നടക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ വൈജയന്തിക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. ഈ പ്രായമായതാണ്, ഒത്തിരി താടിയൊക്കെ നരച്ച് തലമുടിയെല്ലാം നരച്ച് മൊത്തം വെള്ള പൂച്ചൊരു മുഖം പോലെയാണ് പുള്ളിക്കാരൻ വരുന്നത്. അങ്ങനെ അലീനയ്ക്ക് കണ്ടപ്പം പാവം തോന്നുക. വൈജയന്തി കയറി പോയപ്പോ അലീന എന്ത് ചെയ്തു, ദേ ഇവിടെ നിൽക്കിട്ടോ, ആരുമില്ലേ വീട്ടിൽ ചായ ഇട്ടുതരാന്? വീടോ? എനിക്ക് വീടൊന്നും ഇല്ല മോളെ, ഇതെല്ലാം ഒരു കണക്കിന് എന്റെ ആയിരുന്നു. പക്ഷേ എന്റെ പിടിപ്പ് കേടെന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്റെ കയ്യിൽ നിന്നെല്ലാം പോയി. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെന്റെ പിടിപ്പുകേട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ പേരപ്പൻ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിക്ക് ചായ കുടിക്കാനല്ല പൈസ വേണ്ടത്, ഞാൻ ഇപ്പൊ തരാന്ന് പറഞ്ഞ ഒരു 50 രൂപ എടുത്തോണ്ട് വന്ന് കൊടുക്കുന്നത് ബബിത കാണുകയാണ്. ബബിത ഈ കാര്യം നേരെ ചെന്ന് നമ്മുടെ വൈജയന്തിയോട് പറഞ്ഞു. പൈസയൊക്കെ കൊടുത്തിട്ട് വന്ന അലീനയുടെ മുമ്പിലേക്ക് ഇങ്ങ് ചാടിയില്ലേ കടുവ പോലെ നമ്മുടെ വൈജയന്തി. നിന്നോട് ആരാടി പറഞ്ഞ പൈസ കൊടുക്കാനായിട്ട്? നിനക്ക് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോടി? ഹാ നീ എന്നെ കൊച്ചാക്കാൻ നോക്കിയതല്ലേ ഇടീന്ന്. അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു കേട്ടോ, അതെ അലീന ചെയ്തത് മോശമായി പോയി, ഇത് വൈജയന്തിയെ കൊച്ചാക്കുന്നത് തന്നെയാ. വൈജയന്തി കൊടുക്കാത്ത സ്ഥലത്ത് അലീന പൈസ എന്തിനാ കൊടുത്തേ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് കേട്ടപ്പോ നമ്മുടെ അലീനയ്ക്ക് ഒരു ചെറിയ വിഷമം വരികയാണ്. കാരണം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അലീനയോട് തെറ്റാ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും അലീന ചെയ്തത് ബാലേന്ദ്രന് തെറ്റായിട്ട് തോന്നി, ശരിയായിരിക്കാം. നമ്മുടെ വൈജയന്തി കൊടുക്കാത്ത സ്ഥാനത്ത് അവിടെ പൈസ കൊടുത്തില്ലല്ലോ നമ്മുടെ അലീന. അപ്പം ഇത് വൈജയന്തിക്ക് വിഷമമാകും. അത് മാത്രമല്ല ഒരു കുറച്ചില് ആവൂല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത്, അതായത് വൈജയന്തിയുടെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം ഇനിയിപ്പം പ്രമോ വിശേഷമാണ്. നാളത്തെ വിശേഷം നമ്മൾ കറക്റ്റ് വൈകിട്ട് ഒരു 7:30 കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ നൈനയുടെയും ആദർശിന്റെയും അപ്കമിങ് ശേഷവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും. അപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിച്ചിട്ട് പോകാനും മറക്കരുതേ.